പ്രതീക്ഷ ഞാൻ അറിയാൻ കഴിഞ്ഞത് എച്ചില് പാത്രം വരെ പ്രതീക്ഷ കഴുകിയിട്ടുണ്ടോ? ഉണ്ട്. എന്തുവായിരുന്നു കഥ? അത് അതിനുള്ളൊരു സിറ്റുവേഷൻ വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ സ്റ്റോളിലേക്ക് വരാം. അത് തന്നെയാണ് കാരണം. സ്റ്റോള് ഞങ്ങൾ കുറച്ച് ഞാൻ ഹസ്ബൻഡ് ഫിലിം ഡയറക്ടറാണ് കുമാർ നന്ദ. അദ്ദേഹവും അത്രയും കാശുകാരനായിട്ട് ജീവിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞ എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്ന പോലെ തന്നെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് എനിക്കും വർക്കില്ലാണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ വെറും സ്റ്റിച്ചിങ് സെൻ്ററാണ്. സ്റ്റിച്ചിങ് സെൻ്ററിൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര മെഷീനൊക്കെ ഇട്ടിട്ട്, അങ്ങനെയല്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പഴയ സ്റ്റിച്ചിങ് സെൻ്റർ കൊണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 ബ്ലൗസ് കിട്ടി. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഓരോ ഈ പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല സമയം, ആ സമയത്ത് സാരി 100 രൂപ സാരിയൊക്കെ ഉണ്ടല്ലോ, 80 രൂപയ്ക്ക് സാരി വാങ്ങി 100 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ ഇങ്ങനെ ഡെവലപ്പായിട്ട് ഒരു നല്ലൊരു വലിയ ഷോപ്പാക്കി കൊണ്ടുവന്നിരുന്ന സമയമുണ്ടായിരുന്നു. അതും ഈ പറയുന്ന സമയത്തൊക്കെ കുറച്ച് ബിസിനസ് ഡള്ളായി വരുന്ന സമയം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. ഇത്രയും സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട്, ടോയ്സ്, അങ്ങനെ എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടാണ് വന്നത്. ഇതെങ്ങനെ വിറ്റഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം, അവിടെ ഒരു സ്റ്റോളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മുന്നേ നമ്മൾ ഈ ക്രിസ്മസിന് കാർണിവലിലൊക്കെ വരുമല്ലോ, കാർണിവലിൽ സ്റ്റോളിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. പക്ഷെ അതൊക്കെ അങ്ങനെ വലിയ സ്റ്റോൾ എന്നല്ല, അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു. കാർണിവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവല്. പിന്നെയാണ് നമുക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും മുന്നോട്ട്. നമ്മളെ കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ വേറൊരു തൂമ്പയെടുത്ത് പണിക്ക് പോകാനോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകാനോ പറ്റാത്ത സിറ്റുവേഷൻ. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് മിനിമം ഒരു ഇതാണ്. ഒരു ബസ്സിൽ കയറി പോകാൻ പറ്റില്ല,